ഹലോ, വെൽക്കം ടു CC Plus. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. ഇപ്പോൾ ഓണം എക്സാം ഒക്കെ കഴിയുമ്പോൾ തന്നെ LSSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടു, LSS ഒക്കെ കിട്ടിയെന്നൊക്കെ ഒരുപാട് ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാർ ഞങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ കൂടെ ഞങ്ങളും LSSന്റെ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീക്കിലും എന്താണ് LSSന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നമുക്ക് നോക്കാം. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ. അപ്പൊ ഇവര് 3 പേരും എന്താണ്? ഉള്ളൂര്, വള്ളത്തോള്, കുമാരനാശാൻ, ഇവര് 3 പേരും ആധുനിക കവിത്രയത്തിൽ പെടുന്ന കവികളാണ് അല്ലേ? ONV കുറുപ്പ് അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാന്നുള്ളതാണ്. ആരാണ്? അതിന്റെ ആൻസർ വരുന്നത് കുമാരനാശാനാണ് കേട്ടോ. കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നുള്ള വിശേഷണം ലഭിച്ചത്. ഇനി ഈ ഉള്ളൂർ, അദ്ദേഹം ഉള്ളൂർ S. പരമേശ്വരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഏതാണെന്നറിയാമോ? ഉമാകേരളം എന്നുള്ളതാണ് കേട്ടോ. ഉമാകേരളമാണ് അദ്ദേഹത്തിന്റെ മഹാകാവ്യം എന്ന് പറയുന്നത്. അതേപോലെ വള്ളത്തോൾ, അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണ്? വള്ളത്തോൾ നാരായണമേനോൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിന്റെ പേരാണ് ചിത്രയോഗം എന്ന് പറയുന്നത് കേട്ടോ. ചിത്രയോഗമാണ്. അതേപോലെ ONV കുറുപ്പ്, അദ്ദേഹത്തിന്റെ ഒരു മഹാകാവ്യമാണ് ഉജ്ജയിനി എന്ന് പറയുന്നത്. ഉജ്ജയിനി പ്രധാനപ്പെട്ട ഒരു മഹാകാവ്യമാണ് ഉജ്ജയിനി എന്ന് പറയുന്നത്. അടുത്തത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? രാഷ്ട്രം, രാഷ്ട്രീയം, രാഷ്ട്രപരം, രാഷ്ട്രപതി. ഇതിനകത്ത് ഏതാണ്? രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാഷ്ട്രീയം. നോക്കിക്കേ, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. 2012, 2009, 2013, 2015. ഏത് വർഷമാണ്? 2013 കേട്ടോ. 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ആരാണെന്നുള്ളതാണ് കേട്ടോ. അമ്പരം, വാരുതി, അമ്പുതി, സാഗരം. അപ്പൊ ഓരോന്നിന്റെ അർത്ഥം അറിയണം അല്ലേ? എങ്കിൽ മാത്രമാണ് ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ് അല്ലേ? ഇനി ഇതിനകത്ത് വാരുതി, അമ്പുതി, സാഗരം, ഇത് 3ഉം ഒരേ അർത്ഥമാണ് വരുന്നത്. എന്ത്? സാഗരം എന്നുള്ള അർത്ഥം വരുന്നത് തന്നെയാണ് വാരുതി, അമ്പുതി കേട്ടോ. ഇവർക്ക് 2 പേർക്കും സാഗരം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? അമ്പരമാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. നോക്കിക്കേ, പ്രഭാതം ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുൾ തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇരുട്ട്, സൂര്യൻ, പ്രഭാതം, ഇരുട്ടിന്റെ മറ അല്ലേ? അപ്പൊ എന്താണ്? ഇരുൾ തൊപ്പിയാണ് അല്ലേ? അപ്പൊ തൊപ്പിയാവുമ്പോ എന്താണ്? ഒരു മറയുണ്ടല്ലേ? അപ്പൊ ഇരുൾ മറ എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഇരുട്ടാണോ അതോ ഇരുട്ടിന്റെ മറയാണോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരിക്കും. എന്താണ്? ഇരുട്ടിന്റെ മറയാണ് ഇരുൾ തൊപ്പി എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്തൊക്കെ വെക്കണം. അറിഞ്ഞുകൂടാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. ദെൻ അടുത്തതൊരു കവിതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിതയാണ് അല്ലേ? ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. അപ്പൊ ഈ കവിത എഴുതിയത് ആരാണെന്നുള്ളതാണ്. സുഗതകുമാരി, അയ്യപ്പ പണിക്കർ, ബാലാമണിയമ്മ, കുഞ്ഞുണ്ണി മാഷ്. ഇതിനകത്ത് ആരാണ്? സുഗതകുമാരി ടീച്ചറാണല്ലേ? സുഗതകുമാരി ടീച്ചറാണ് ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള വളരെ പ്രശസ്തമായ ആ ഒരു കവിത രചിച്ചത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് അല്ലേ? കുഞ്ഞുണ്ണി മാഷിന്റെ ഒരുപാട് പ്രശസ്തമായ കുഞ്ഞി കവിതകളും വരികളും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. സ്കൂളിലൊക്കെ അത് പഠിക്കുന്നുണ്ട്. ഇനി നരനായും പറവയായും എന്ന കഥ എഴുതിയതാരെന്നുള്ളതാണ്. നരനായും പറവയായും എന്ന കഥ എഴുതിയതാര്? സന്തോഷ് എച്ചിക്കാനം, രാജൻ കാക്കനാടൻ, സച്ചിദാനന്ദൻ, അയ്യപ്പ പണിക്കർ. ഇവരിൽ ആരാണ് ഈ കഥ എഴുതിയതെന്നുള്ളതാണ്. ആരാണ്? സന്തോഷ് എച്ചിക്കാനമാണല്ലേ. നരനായും
പറവയായും എന്ന കഥ എഴുതിയത് സന്തോഷ് ഈച്ചിക്കാനമാണ്. ദെൻ ദ്യുദ്ധം എന്നാൽ പാൽ എന്നർത്ഥം. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ്. 3, 1, 4, 2. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഇതിൽ 2 അക്ഷരങ്ങളാണ് കേട്ടോ ഉള്ളത്. 2 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ദെൻ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്നുള്ളതാണ്. നെല്ല്, കള്ളൻ, വാസനാവികൃതി, മാണിക്യൻ. ഇതിനകത്ത് ഏതാണ്? വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ഇനി ലോക മാതൃഭാഷാ ദിനം എന്നാണ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാണ്? ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ LSSന്റെ സ്കോളർഷിപ്പ് കിട്ടണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. നിങ്ങൾ ഓരോരുത്തർക്കും LSSന്റെ സ്കോളർഷിപ്പ് കിട്ടണമെന്നാണ് CC+ ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് LSSന്റെ വീഡിയോസ് ഓരോ ആഴ്ചയിലും CC+ന്റെ ചാനലിൽ വരും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് LSS എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഈ തന്നിരിക്കുന്നതിൽ പക്ഷി എന്നർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പക്ഷി എന്നർത്ഥം വരുന്നതിനകത്ത് പികം, ഖഗം, കാകൻ, ഗഗനം, ഈ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പികം എന്ന് പറഞ്ഞാൽ ആരാണ്? കുയിലാണ് അല്ലേ? കാകൻ എന്ന് പറഞ്ഞ ആരാണ്? കാക്കയാണ്. കേട്ടിട്ടില്ലേ? കാകദൃഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതിനകത്ത് ആരാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, ഖഗമാണ് പക്ഷി എന്നുള്ള അർത്ഥം വരുന്നത്. ഖഗമാണ് പക്ഷി എന്നുള്ള അർത്ഥം വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ യാത്രാ വിവരണം ഏത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? സിംഹഭൂമി വരുന്നുണ്ട്, ഭാരത പര്യടനം വരുന്നുണ്ട്, കൊഴിഞ്ഞിലകൾ വരുന്നുണ്ട്, അഗ്നിച്ചിറകുകൾ വരുന്നുണ്ട്. അപ്പൊ അഗ്നിച്ചിറകുകൾ നിങ്ങൾ എല്ലാവരും സ്കൂൾ ലൈബ്രറിയിൽ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വായിച്ചിട്ടൊക്കെ ഉള്ളൊരു ബുക്കായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പൊ അതല്ല. പിന്നെ വരുന്നത് കൊഴിഞ്ഞ ഇലകൾ, ഭാരത പര്യടനം, സിംഹഭൂമി. ഇതിനകത്ത് ഏതാണ് യാത്രാ വിവരണം എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതാണ്? സിംഹഭൂമിയാണ് അല്ലേ? SK പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണമാണ് സിംഹഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ യാത്രാ വിവരണം ഏതാണ്? സിംഹഭൂമിയാണ്. ഇനി വിളമ്പി വെച്ച പ്രാതലിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ സ്വയം ഒന്ന് ചിരിച്ചു. ഇവിടെ പ്രാതൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം, അത്താഴം, രാത്രി ഭക്ഷണം. എന്താണ് പ്രാതൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണത്തിനെയാണ് പ്രാതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പുതിയ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയില്ലേ? അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതേപോലെ എല്ലാ ആഴ്ചകളിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.